പ്രിന്റുജി, മറ്റൊരു വിഷയം കൂടി നമ്മൾ ഇന്നിട്ട് കൂട്ടിയിണക്കേണ്ടതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ടാറ്റയ്ക്ക് കീഴിലുള്ള സുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ ടാറ്റയ്ക്ക് കീഴിലുള്ള സുഡിയോ നിരോധിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഉപരോധിക്കാൻ വേണ്ടി നടക്കുന്ന ജിഹാദി കുഞ്ഞുങ്ങളുടെ, അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ, അതും ഏറ്റവും തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ സംഘടനയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, അതിന് കീഴിലൊക്കെ നടക്കുന്ന ആ ഒരു ഉപരോധ സമരം, അതല്ലെങ്കിൽ ആ ഒരു വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിഷയത്തെ കൂടി കൂട്ടിച്ചേർത്ത നെറ്റിൽ വന്നിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇപ്പൊ സുഡിയോ എന്ന് പറയുന്ന ടാറ്റയ്ക്ക് കീഴിലുള്ള ആ ഒരു ഉപരോധം, ആ ഒരു വിഷയത്തെ കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയം പൂർണ്ണമാകും എന്ന് കരുതുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു വീക്ഷണം വരുന്നത്? തീർച്ചയായും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, സുഡിയോക്കെതിരെ ടാറ്റയെ പോലെയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർച്ചയിൽ ടാറ്റ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ, രാജ്യത്തെ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ടാറ്റ വഹിച്ച പങ്കിനെ അവഗണിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു പറ്റം ഇസ്ലാമിക മതഭീകരവാദത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനയായിട്ടുള്ള SOAയും ഇന്ന് സുഡിയോക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. കാരണമുണ്ട്, സുഡിയോ എന്ന് പറയുന്നത് അവർ പറയുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് ഇവർ കണക്ട് ചെയ്യുന്നത്. അതല്ല സത്യത്തിൽ വിഷയം എന്ത്? സുഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഇവിടുത്തെ സർവ്വസാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിലുള്ള ജനകീയമായിട്ടൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന് വളരെ കുറഞ്ഞ രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള വസ്ത്ര വ്യാപാരം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, എല്ലാ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള ഈ ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നത് ഇസ്ലാമിക മതഭീകരവാദ പ്രസ്ഥാനത്തിൽപ്പെട്ട ഇടനിലക്കാരുടെ സീഡികളാണ്. അത് നമ്മുടെ പാകിസ്ഥാനിൽ നിന്നായിക്കോട്ടെ, ബംഗ്ലാദേശിൽ നിന്നായിക്കോട്ടെ. ബംഗ്ലാദേശിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇടനിലക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ആ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള കൊള്ളലാഭം കൊയ്യുന്ന ആ ടെക്സ്റ്റൈൽസ് മേഖല അതിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജിഹാദി പ്രവർത്തനത്തിന് അവർ നൽകുന്ന വലിയ സംഭാവന, അങ്ങനെ നൽകുന്ന ആ മേഖലയെ സുഡിയോ പോലെയുള്ള ചെറിയ കുത്തക ആയിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള സുഡിയോന്റെ ഇടപെടൽ ഈ കുത്തക അവസാനിക്കുകയാണ്. ആ കുത്തക അവസാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ചില ബിസിനസ് താല്പര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും കാരണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ടാറ്റയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെ മാത്രമാണ് പ്രതിഷേധം. അതല്ലേ നമ്മൾ ഇതിനകത്തൊരു ഔചിത്യം വേണ്ടേ? ടാറ്റയ്ക്ക് നിരവധി അനവധി സ്ഥാപനങ്ങളുണ്ട്, എങ്കിൽ ആ സ്ഥാപനങ്ങൾക്കെതിരെയും മുഴുവൻ പ്രതിഷേധമില്ല. അപ്പൊ ഇത് കൃത്യമായി ഇസ്ലാമിക ജിഹാദികൾക്ക് പണം നൽകുന്ന ചില മേഖലകളുണ്ട്. ഒരു മേഖല എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് മേഖലയാണ്, 2 ആയുധ മേഖലയാണ്, 3 മയക്കുമരുന്ന് മേഖലയാണ്, 4 പഴം പച്ചക്കറി എന്ന ഫ്രൂട്ട്സ് മേഖലയാണ്. ഈ 4 മേഖലയിൽ നിന്നാണ് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഫണ്ടിങ് നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഫണ്ടിങ് നിൽക്കുന്ന ഒരു മേഖല, ആ മേഖലയിൽ പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള തകർച്ച, ആ തകർച്ചയെ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആസൂത്രിതമായ ഒരു അജണ്ട ഇവിടെ നിശ്ചയിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധമൊന്നും ഈ കേരളത്തിൽ വിലപ്പോവില്ല. ഒരു പഞ്ചായത്ത് ഭരണം പോലും ഇല്ലാത്ത, ഒരു വാർഡിനകത്ത് 100 പേരെ പോലും സംഘടിപ്പിക്കാൻ സാധിക്കാത്ത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ സമരത്തെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല. മുസ്ലിം സമുദായം പോലും അതിനെ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല. പക്ഷെ ഇവർ ഉന്നയിക്കുന്ന വലിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഭജനത്തിന്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാ കാലഘട്ടത്തിലും ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത്, ജാതിയുടെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ പേരുള്ള വിഭജനത്തിന്റെ രാഷ്ട്രീയം പകറ്റുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പൊ ബംഗ്ലാദേശിലെ ജനാധിപത്യ സർക്കാരിനെ അവിടെ വലിയ രീതിയിൽ അട്ടിമറി നടത്തിക്കൊണ്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ് ബംഗ്ലാദേശിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഏത് സമയത്തും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ ഭരണം ഇസ്ലാമിന്റെ കീഴിൽ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിലെ ഒളി അജണ്ടകൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെ അവർ പലപ്പോഴും കൊണ്ടുവരികയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ വർഗീയ വിഷം ചീറ്റുന്ന ഏറ്റവും വലിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അതിനെ മുഖമായി പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലാണ്. മാധ്യമം എന്ന് പറയുന്ന പത്രമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ പ്രചരണങ്ങളാണ് ഇവിടെ ഇസ്ലാമിക ഭീകരവാദികളും ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളും ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്ര മുദ്രാവാക്യം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയോട്
ഉദ്ദേശാസ്ത്രമാണ്. അപ്പോ ഈ രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി ആസൂത്രമായിട്ട് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കൃത്യമായിട്ടുള്ള വിത്തിടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നമ്മൾ പഹൽഗാം ആക്രമണം ഉണ്ടായി. അതേസമയത്ത് തന്നെയാണ് പലസ്തീനിലും ഈ പറയുന്ന പലസ്തീൻ ഇസ്രായേൽ വിഷയമുള്ളത്. ഇസ്രായേൽ പലസ്തീൻ വിഷയം ഉണ്ടായ സമയത്ത് പലസ്തീന് വേണ്ടിയിട്ട് ഇവിടെ ഇസ്ലാമിക സംഘടനകളും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കേരളത്തിൽ. എന്നാൽ അതേ സമയത്ത് തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഈ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ എത്ര സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടായി, എത്ര പള്ളികളിൽ നമാസ് നടന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇപ്പൊ ഇന്നാണ് ഈ പെഹൽഗാം ആക്രമണം നടന്ന് ഇന്നത്തെ സന്ദേശത്തിലാണ് നമ്മുടെ പാളയം ഒരു പ്രസ്താവന നടത്തി. നമ്മൾ പാളയം അത് വലിയ പ്രസ്താവനയായിട്ടാണ് ഇത് മാധ്യമങ്ങൾ കൊണ്ടാടുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്കും ഈ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും കൂറ് പാകിസ്ഥാനോടാണ്. അതിനെക്കുറിച്ച് ഒരു സംശയം വേണ്ട. കാരണം നമുക്ക് ദാറുൽ ഹറമും ഉണ്ട്, ദാറുൽ ഇസ്ലാമും ഉണ്ട്. ദാറുൽ ഇസ്ലാമാണ് പാകിസ്ഥാൻ, ദാറുൽ ഹറമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ദാറുൽ ഇസ്ലാം ആയിട്ടുള്ള പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് അവരുടെ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ദാറുൽ ഹറമിന് ദാറുൽ ഇസ്ലാം ആക്കാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മതഭീകരവാദികൾ എപ്പോഴും ഈ ദാറുൽ ഹറമിനെതിരാണ്. ആ ദാറുൽ ഹറം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തിൽ കീഴിലല്ലാത്ത രാജ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രത്യയശാസ്ത്രപരമായി അവരുടെ കൂറ് നമ്മളോടല്ല, ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളോടെ. അതുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോ പഹൽഗാമിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല, സിന്ധുവിന് ഒരു അക്ഷരം മിണ്ടുന്നില്ല. പലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ആര് നടത്തുന്നത്? ജമാഅത്ത് ഇസ്ലാം. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ ശ്രമങ്ങളെ മുളയിലെ നുള്ളേണ്ടതുണ്ട്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ ഏത് രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് അടിച്ചമർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്, അതേ രീതിയിലുള്ള കൃത്യമായ നിയന്ത്രണങ്ങളും ഈ ഇന്ത്യ മഹാരാജ്യമായി അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നലകളിൽ നടത്തി പോയിരുന്ന പ്രവർത്തനങ്ങൾ, ഇന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മൾ കണ്ടു. വലിയ പണി നടക്കുന്ന അവിടെ കേന്ദ്ര സർക്കാർ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. സംഗതി 48 മണിക്കൂറാണെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയിട്ടുള്ള വിഷവിത്ത് ഭീകരവാദ സംഘടന അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവരെപ്പോഴും എന്തായിരിക്കും, നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് കൃത്യമായിട്ട് വിഷവിത്ത് ഹിന്ദു വിരുദ്ധത, രാജ്യവിരുദ്ധത, ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള പ്രവണതകളെ ഇവിടുത്തെ കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങളിലേക്കാണ് പോകുന്നത്. അത് അവർ വിജയിച്ചിട്ടുണ്ട്. അവിടെ നോക്കൂ, ഇത് ആഗോളതലത്തിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. അതിനൊരു ഒരു വലിയ രീതിയിലുള്ള ആഗോള തലത്തിലൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ കേരളത്തിൽ അതിന് ഇന്ത്യക്കകത്ത് പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടു കൂടി ഒരു പരിധി വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് നിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി ജനാധിപത്യ സമൂഹത്തിൽ വിഷവിത്ത് വാങ്ങിക്കൊണ്ട് അവരുടെ ചാനലുകൾ ഉപയോഗിക്കുന്നു, അവരുടെ പത്രത്തെ ഉപയോഗിക്കുന്നു, വിവിധ സാംസ്കാരിക നായകന്മാരെ അടക്കം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് പൊതുസമൂഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പ്രവർത്തനത്തെ ജാഗ്രതയോടുകൂടി കണ്ട് നമ്മുടെ പ്രദേശത്തായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകളെ ജാഗ്രതയോട് കൈകാര്യം ചെയ്യണമെന്നാണ് എന്റെ ഒരു പൊതു അഭിപ്രായം. റിന്റുജി പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ സൈനിക വാഹനത്തിനും മറ്റും ഒട്ടേറെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ടാറ്റയുടെ ഈ പറയുന്ന സ്റ്റുഡിയോ അടക്കമുള്ള ആളുകളെയൊക്കെ ഉപരോധിക്കാൻ വേണ്ടിയൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. അവരോട് കൂട്ടിച്ചേർക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ കൺകണ്ട ദൈവമായിട്ടുള്ള ലുലു മുതലാളി യൂസഫ് അലി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ MA യൂസഫ് അലിയും ഇയാളുടെ 11ഓളം സൂപ്പർ മാർക്കറ്റുകൾ അതല്ലെങ്കിൽ ലുലു മോളുകൾ ഇവിടെ ഇസ്രായേലിൽ ഉണ്ട് എന്നുള്ളതും, അവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈനികർ ഇസ്രായേലിന്റെ സൈനികർ ഭക്ഷണം കഴിക്കുന്നത് പോലും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതാണെന്നും, ഈ സൈനികരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഹമാസ് മുസ്ലിം ഭീകരന്മാരെ കൊന്നൊടുക്കുന്നതെന്നു കൂടി കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത ഉപരോധം ലുലു മാളിലേക്ക് കൂടി ആവുമോ? എങ്ങനെയാണ് പ്രിന്റുജി അതുകൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ? തീർച്ചയായും ഇസ്ലാമിക മതഭീകരവാദികൾ കൃത്യമായി അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് തകർക്കേണ്ടത്, ആരെയാണ് ലക്ഷ്യമിടേണ്ടത്. ആ ലക്ഷ്യമിടുന്ന ആളുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കും ഇവർ. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിന്റെ പല പൊതുബോധവും കേരളത്തിന്റെ മണ്ണിൽ വേവാറില്ല. പക്ഷെ ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലായിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയോട് വലിയ രീതിയിലുള്ള ഐക്യപ്പെടലാണ് നമ്മൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ കാണുന്നത്. അപകടകരമായ പ്രവണതയാണ്. ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനങ്ങളും സുന്നി പ്രസ്ഥാനങ്ങളും ഒന്നും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് വേദി പങ്കിടാറില്ല.
ജമാഅത്ത് ഇസ്ലാമിയെ ഒരു മുസ്ലിം കോർഡിനേഷനകത്ത് കൊണ്ടുവരാറില്ല. പക്ഷെ അടുത്ത കാലഘട്ടത്തിലായി നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സമയത്ത് കൃത്യമായി മുസ്ലിം ഓർഗനൈസേഷനുകൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ പോലും ഉണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ട്. അത് വലിയ രീതിയിലുള്ള അപകടമാണ് കേരളത്തിലേക്ക് കൊണ്ടു. അതുകൊണ്ട് മിനി പാകിസ്ഥാനായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നാളുകളിൽ ഹിന്ദു സ്ഥാപന ഇസ്രായേലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ദുസ്സഹമാക്കും, സർവ്വസാധാരണക്കാരന്റെ പ്രവർത്തിപ്പിക്കുന്ന കൃത്യമായിട്ട് ഇപ്പോഴും നോക്കിയാൽ മതി. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇപ്പോഴും കൃത്യമായി മതം നോക്കിയിട്ടാണ് അവന്റെ സാധന സാമഗ്രികൾ പോലും മേടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കും, ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോഴും നമ്മളോട് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന സമയത്തും അവന്റെ ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് മേടിക്കുന്ന സമയത്തായിക്കോട്ടെ, ഫ്രൂട്ട്സ് മേടിക്കുന്ന സമയമായിട്ട് കൃത്യമായി മതം നോക്കി മേടിക്കുന്ന, മതം മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റുഡിയോയുടെ ഇവിടുത്തെ അവരുടെ ആഹ്വാനമൊക്കെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞെങ്കിലും സ്വാഭാവികമായിട്ട് അവർ ഉയർത്തിപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അപകടത്തെ ജാഗ്രതയോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം കാണും. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കലാപത്തിലേക്കും കലാപ അന്തരീക്ഷത്തിലേക്കും കേരളം പോകാനുള്ള സാധ്യത വളരെ വലുത്. കാരണം നുണപ്രചരണം മാത്രമാണ് ഇവർ നടത്തുക. ഇപ്പൊ കത്വയിലെ സംഭവം നമ്മൾ അറിയാമല്ലോ, ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കാട്ടിക്കൂട്ടിയുള്ള കലാപശ്രമം നമുക്കറിയാമല്ലോ. ബുൾഡോസർ UP-യിൽ നടത്തുന്ന ബുൾഡോസർ കലാപമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള കലാപങ്ങൾ നമുക്കിവിടെ അറിയാമല്ലോ. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെ പോലും പർവ്വതീകരിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അവർ നടത്തുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയൊരു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളോട് പലപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവും ഐക്യപ്പെടുന്നുണ്ട്. അതും അപകടമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളെ മുളയിലെ നുള്ളി അവരുടെ പ്രത്യയശാസ്ത്രപരമായ രാജ്യത്തിനോട് കൂറില്ലാത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളെ നിരോധിച്ച് ഈ രാജ്യത്തിനെ സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ ഒരു 3 വിഷയം കുറഞ്ഞ സമയത്തിനുള്ളിലാണെങ്കിലും കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്തു എന്ന വിശ്വാസമുണ്ട്. ഇനിയും ഒരു പക്ഷേ കാശ്മീരിൽ സൈനിക നടപടി ആരംഭിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ പോലെ ഇവിടെ ആർട്ടിക്കിൾ 370 ഇല്ലെങ്കിൽ പോലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും മാറി മാറി ഭരിച്ചുകൊണ്ട് ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റി. ഏത് ലോകത്തിന്റെ ഭൂപടം എടുക്കുകയാണെങ്കിൽ ഇസ്ലാമിക ഭീകരതയുടെ ഭൂപടം എടുത്താൽ അവിടെ കേരളത്തിന് വലിയൊരു സ്ഥാനം വാങ്ങിക്കൊടുത്തു. അതിലും നമ്പർ 1 ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പക്ഷെ സൈന്യം ഇവിടെ ഭരണം ഏറ്റെടുക്കുക കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ ഒരു അവസരത്തിലേക്ക് തന്നെയാണ് കേരളം എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ കാശ്മീരിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന സൈനികരുടെ ആ ഒരു സുരക്ഷിതത്വത്തിന്റെ ആ ഒരു ബോധത്തിൽ നമ്മൾ ഉറങ്ങേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ കേരളത്തിൽ അത് കനിയും ഈ കേന്ദ്ര സർക്കാർ തന്നെയാണെങ്കിൽ ഭാവിയിൽ ആ ഒരു നടപടിയിലേക്ക് നീങ്ങുമെന്നത് നിസ്സംശയം പറയാമെന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. എന്തായാലും പ്രിന്റുജി ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് കുറച്ച് സമയം നമ്മുടെ ചാനലിന് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് വരാം. തൽക്കാലം ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.